നമസ്കാരം, മഞ്ജുഷയാണ്. ഇന്നലത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ആ അത്ഭുത വിളക്കിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കി. ഇന്നു മുതൽ ആ അത്ഭുത വിളക്കിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മുടെ ബോധ മനസ്സിനെ പോലെ അത് നമ്മളോട് തിരിച്ച് സംസാരിക്കില്ല. ഇത് ശരി, അത് തെറ്റ്, ഇങ്ങനെ തർക്കിക്കാനും വരില്ല. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കോഡിങ്ങിലൂടെ നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത് പോലെയാണത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് കോഡുകൾ തയ്യാറാക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും. കോൺഷ്യസ് മൈൻഡ് എന്താണോ ഫീഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ നേരത്തെ കോഡ് ചെയ്തതിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ട് അത്ര പോരാ, അല്ലേ? നിലവിലുള്ള ബഗ്ഗുകളൊക്കെ ഒന്ന് മാറ്റി നമുക്കിതൊന്ന് റീപ്രോഗ്രാം ചെയ്യണം. അതിനാദ്യം നമ്മുടെ കോഡുകൾ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം. ഈ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്തായിരിക്കണമെന്ന് നമ്മൾ ഇന്നലെ ചെയ്ത ഹോംവർക്കിലൂടെ തീരുമാനിച്ചു കഴിഞ്ഞു. സോ ആ ഹോംവർക്ക് ചെയ്ത പുസ്തകം പെട്ടെന്നെടുത്ത് മുന്നിൽ വെച്ചോളൂ. ഇപ്പം നിങ്ങളുടെ മുന്നിൽ വളരെ സ്പെസിഫിക്കായി നമ്മുടെ ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കടലാസുണ്ട്. നിലവിൽ നമ്മുടെ മനസ്സിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിൽ എവിടെയാണ് പ്രശ്നമുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ടാസ്ക്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ച ആ പുസ്തകമില്ലേ, അതേ പുസ്തകത്തിൽ അക്കമിട്ട് കൃത്യമായി നമ്മളത് എഴുതി വെക്കണം. ഉദാഹരണമായി PSCയോ UPSCയോ പോലെ ഒരു മത്സര പരീക്ഷയിൽ ഇന്ന റാങ്ക് വാങ്ങി ഇത്ര ദിവസത്തിനുള്ളിൽ ജോലിയിൽ കയറണം എന്നൊരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് മുന്നിൽ ഉണ്ടാകാവുന്ന ചില പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും? നമുക്കൊന്ന് നോക്കാം. പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല, എവിടെ തുടങ്ങണമെന്നറിയില്ല, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, ചുറ്റുമുള്ളവരൊക്കെ കളിയാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, ഞാൻ വെറുതെ സമയം കളയാണ് എന്നൊക്കെ തോന്നുന്നു. ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകട്ടോ. ഇങ്ങനെ നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓരോന്നും വളരെ കൃത്യമായി തന്നെ എഴുതി വെച്ചോളൂ. എഴുതി കഴിഞ്ഞെങ്കിൽ ഓരോന്നും നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. മുഴുവൻ നെഗറ്റീവ് സജഷൻസ് ആണ്, അല്ലേ? ഈ സജഷൻസ് ആണ് നമ്മുടെ ബോധ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സിന് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സജഷൻസിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. നമ്മൾ എന്താണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതും. അത് നല്ലതാണോ ചീത്തയാണോ, അത് നമ്മുടെ ഗുണത്തിനാണോ ദോഷത്തിനാണോ, ഇത്തരം കാര്യങ്ങളൊന്നും ഉപബോധ മനസ്സിനറിയില്ല. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ജോസഫ് മർഫി പറയുന്നത് പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളക്കൂറുള്ള മണ്ണ് പോലെയാണ്. നല്ലതോ ചീത്തയോ എന്നുള്ള വ്യത്യാസമില്ലാതെ അവിടെ നമ്മൾ വിതയ്ക്കുന്ന ഏത് വിത്തും വളരും. എന്തായാലും നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് എനിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്ന് ശക്തമായി വിശ്വസിക്കുകയാണ്. അതിനായി ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അക്കമിട്ട് എഴുതി വെച്ച ആ ഒരു പേജില്ലേ, അതിൻ്റെ തൊട്ടടുത്ത പേജ് എടുത്ത് നമ്മളിപ്പോൾ എഴുതി വെച്ച ഈ നെഗറ്റീവ് സജഷൻസിനെ എല്ലാം പോസിറ്റീവ് സജഷൻസ് ആക്കി ഒന്ന് മാറ്റി എഴുതണം. എങ്ങനെയാണെന്നല്ലേ? എൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള പവർ എനിക്കുള്ളിൽ തന്നെ ഉണ്ട്. എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. ഞാൻ പഠിക്കുന്നതെല്ലാം കൃത്യമായി ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് പറ്റും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. നാളെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ ഈ പറയുന്നവരൊക്കെ എന്നെ അംഗീകരിക്കും, അഭിനന്ദിക്കും. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. എനിക്ക് മുന്നിലുള്ള സമയം ഞാൻ കൃത്യമായി ഉപയോഗിക്കും. ഇങ്ങനെ ഓരോ നെഗറ്റീവ് സജഷനെയും പോസിറ്റീവ് സജഷനാക്കി നമുക്ക് മാറ്റി എഴുതണം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ നെഗറ്റീവ് സജഷൻസ് എഴുതി വെച്ച ആ പേജില്ലേ, അതങ്ങ് കീറിക്കളയാം. നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ എഴുതിയ ഈ പോസിറ്റീവ് സജഷൻസ് ആണ് നമ്മുടെ റിയാലിറ്റി. ഈ സജഷൻസ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും വരെ നമ്മളിത് വായിച്ചു കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും. നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഹാർമോണിയസായി പ്രവർത്തിക്കുന്ന സമയങ്ങളാണിത്. തുടർച്ചയായി ഈ സമയത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കും. വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിലും ശക്തമായൊരു ടൂളാണ് വിഷ്വലൈസേഷൻ. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉണർന്നെഴുന്നേറ്റ ഉടനെയും
നമ്മൾ എഴുതി വെച്ച ഈ പോസിറ്റീവ് സജഷൻസ് പറയുന്നതിനൊപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഒടുക്കം നമ്മൾ കൃത്യമായി എഴുതി വെച്ച ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതായി ഭാവനയിൽ കാണുക. ഷോർട്ട് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുന്നതും നമ്മുടെ വീട്ടിലേക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നതും നമ്മളത് കൈപ്പറ്റുന്നതും എല്ലാവരും നമ്മളെ അഭിനന്ദിക്കുന്നതും കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക. ജോലിയിൽ പ്രവേശിക്കുന്നതിനായി നിങ്ങൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും സന്തോഷത്തോടെ ആ ജോലി സ്ഥലത്തേക്ക് നടക്കുന്നത് വ്യക്തമായി കാണുക. അഭിമാനവും സന്തോഷവുമൊക്കെ നിറഞ്ഞ ആ നിമിഷത്തിലെ നമ്മുടെ ഇമോഷൻസ് ശരിക്കും ഫീൽ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കണം എന്നുണ്ട്, നിങ്ങൾക്കത് ചെയ്തു നോക്കണം എന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴൊരു ചിന്ത രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടും വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ടും ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് കൊണ്ടുമൊക്കെ മാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ പറ്റുമോ എന്ന ചിന്ത. ആ കോൺഷ്യസ് മൈൻഡിനോട് പറയൂ, ഒരു മനോഹരമായ ശില്പം അത് ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ശില്പിയുടെ മനസ്സിലാണ്. എത്ര വ്യക്തമായി തൻ്റെ ഭാവനയിൽ അയാളത് സൃഷ്ടിച്ചെടുക്കുന്നോ അത്ര കൃത്യമായി അത്ര മനോഹരമായി അയാൾക്ക് യഥാർത്ഥത്തിൽ ആ ശില്പം ഉണ്ടാക്കാൻ പറ്റും. കൃത്യമായ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിരന്തരമായി നമ്മൾ ചിന്തിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധ്യമാക്കാനുള്ള 100,000 അവസരങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സ് സൃഷ്ടിച്ചെടുക്കും. ഉണ്ണാനും ഉറങ്ങാനും പോലും സമ്മതിക്കാതെ അത് നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായും എത്തിക്കും. ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ അടുത്തിടെ കണ്ട ഒരു വീഡിയോ ക്ലിപ്പാണ്. പൃഥ്വിരാജ് എന്ന നടൻ വളരെ മുമ്പ് ഒരു ന്യൂസ് ചാനലിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നെടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണത്. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. നല്ലൊരു കുടുംബസ്ഥനായിരിക്കണം. എൻ്റെ അമ്മയ്ക്കൊരു നല്ല മകനായിരിക്കണം. എൻ്റെ അച്ഛൻ്റെ ഐഡിയോളജീസിന് ചീത്തപ്പേര് വരുത്താതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എത്ര കൃത്യമായി എത്ര വ്യക്തതയോടെയാണ് തൻ്റെ ലക്ഷ്യങ്ങൾ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ. ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്തുള്ള പൃഥ്വിരാജിൽ നിന്ന് ഇന്നത്തെ പൃഥ്വിരാജ് എന്ന നടൻ്റെ സംവിധായകൻ്റെ കരിയറിലെ ആ വളർച്ച എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു പ്രിവിലേജിൻ്റെയും പുറത്തല്ല. വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹം മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ച ആ ലക്ഷ്യം അത്ര കൃത്യവും അത്ര ശക്തവും അത്ര വ്യക്തവുമായതുകൊണ്ടാണ്. ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കീ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. വ്യക്തമായ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക, അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്യുക. അതിന് നമുക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയുണ്ട്. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായി, ആ ഒരു എൻഡ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതായി നിരന്തരമായി വിഷ്വലൈസ് ചെയ്യുക. ആ ഇമോഷൻസ്, ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് കൃത്യമായി ഫീൽ ചെയ്യുക. അൾട്ടിമേറ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അനന്ത സാധ്യതകളിൽ വിശ്വസിക്കുക. പ്രപഞ്ചം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ ലേൺ, റിഫ്ലക്റ്റ്, implement and share your learnings.